നമസ്കാരം. കഥാമണ്ഡപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഷയുടെ അതിരുകൾക്കപ്പുറമുള്ള ലോകസാഹിത്യ വിസ്മയങ്ങളെ മലയാളത്തിന്റെ മധുരത്തിൽ നിങ്ങളുടെ കാതുകളിലെത്തിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ചാനലാണിത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായ ജെയിൻ എയർ ആണ്. 1847 ഷാർലറ്റ് ബ്രോണ്ടെ ആണ് ഈ നോവൽ രചിച്ചത്. അന്നത്തെ കാലത്ത് സ്ത്രീകൾ എഴുതുന്ന പുസ്തകങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കാതിരുന്നതുകൊണ്ട് കറർ ബെൽ എന്ന തൂലികാനാമത്തിലാണ് ഷാർലറ്റ് ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചത്. നമുക്ക് ജെയിനിന്റെ കഥയിലേക്ക് കടക്കാം. അധ്യായം 1. അന്ന് നടക്കാൻ പോകുക എന്നത് നടക്കുന്ന കാര്യമല്ലായിരുന്നു. രാവിലെ 1 മണിക്കൂറോളം ഇല കൊഴിഞ്ഞ കുറ്റിക്കാട്ടിലൂടെ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഉച്ചഭക്ഷണത്തിനു ശേഷം വീശിയടിച്ച തഴുത്ത കാറ്റും ഇരുണ്ട മേഘങ്ങളും ഒപ്പം തുളച്ചു കയറുന്ന മഴയും കാരണം ഇനി പുറത്തിറങ്ങുക എന്നത് അസാധ്യമായിരുന്നു. അതിലെനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. തണുത്ത വൈകുന്നേരങ്ങളിലെ നീണ്ട നടത്തങ്ങൾ എനിക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു. മരവിച്ച കൈകാലുകളുമായി മങ്ങിയ വെളിച്ചത്തിൽ വീട്ടിലേക്ക് തിരികെ വരുന്നത് എന്നെ സംബന്ധിച്ച് ഭയാനകമായിരുന്നു. മാത്രമല്ല, നഴ്സായ ബെസ്സിയുടെ വഴക്ക് കേട്ട് മനസ്സു മടുക്കുന്നതും എലീസ, ജോൺ, ജോർജിയാന റീഡ് എന്നിവരെ അപേക്ഷിച്ച് ശാരീരികമായി ഞാൻ എത്ര ദുർബലയാണെന്ന തിരിച്ചറിവ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഞാനീ പറഞ്ഞ എലീസയും ജോണും ജോർജിയാന റീഡും ഇപ്പോൾ ഡ്രോയിംഗ് റൂമിൽ അവരുടെ അമ്മയ്ക്ക് ചുറ്റും കൂടിയിരിക്കുകയാണ്. അവർ തീക്കനലിനരികിലുള്ള സോഫയിൽ ചാരിയിരിക്കുകയായിരുന്നു. വഴക്കോ കരച്ചിലോ ഇല്ലാതെ തന്റെ പ്രിയപ്പെട്ട മക്കൾ ചുറ്റുമുള്ളതുകൊണ്ട് അവർ അതീവ സന്തോഷവതിയായി കാണപ്പെട്ടു. എന്നാൽ ആ കൂട്ടത്തിൽ ചേരുന്നതിൽ നിന്നും എന്നെ അവരൊഴിവാക്കിയിരുന്നു. ജെയിൻ, നിനക്ക് കുട്ടികളെപ്പോലെ പെരുമാറാനറിയില്ല, അതുകൊണ്ട് അവരുടെ കൂടെ കൂടണ്ട എന്നു പറഞ്ഞുകൊണ്ട് മിസ്സസ് റീഡ് എന്നെ മാറ്റി നിർത്തി. അതുകൊണ്ട് ഞാൻ ആ മുറിയോട് ചേർന്നുള്ള ചെറിയൊരു മുറിയിലേക്ക്, ബ്രേക്ക്ഫാസ്റ്റ് റൂം പോയി. അവിടെയുണ്ടായിരുന്ന പുസ്തകങ്ങളുടെ ഷെൽഫിൽ നിന്ന് ഞാനൊരു പുസ്തകം എടുത്തു. ജനലിനോട് ചേർന്നുള്ള ഇരിപ്പിടത്തിൽ കയറി ജനലിന്റെ കർട്ടൻ വലിച്ചിട്ട് ഞാൻ അവിടെയിരുന്നു. ഇപ്പോൾ ഞാൻ എല്ലാവരിൽ നിന്നും മറിഞ്ഞിരിക്കുകയാണ്. എന്റെ കയ്യിൽ ബീവിക്സ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ബേർഡ്സ് എന്ന പുസ്തകമുണ്ടായിരുന്നു. ജനൽ ചില്ലിനു പുറത്ത് മഴ തകർത്തു പെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഞാൻ പുറത്തേക്ക് നോക്കും, പിന്നെ പുസ്തകത്തിലെ ചിത്രങ്ങളിലേക്കും. ആ ചിത്രങ്ങൾ എന്നോട് സംസാരിക്കുന്നതുപോലെ തോന്നി. തണുത്തുറഞ്ഞ കടലും തകർന്ന കപ്പലുകളും വിജനമായ കടൽത്തീരങ്ങളും എനിക്ക് പുതിയൊരു ലോകം തുറന്നു തന്നു. ഓരോ ചിത്രവും ഓരോ കഥകളായിരുന്നു. ഭയപ്പെടുത്തുന്നതും എന്നാൽ കൗതുകമുണർത്തുന്നതുമായ കഥകൾ. എന്റെ വായന അധികനേരം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ജോൺ റീഡായിരുന്നു. അവൻ എന്നെ വിളിച്ചു. ഹേ, എവിടെ പോയി അവൾ? ഞാൻ അനങ്ങിയില്ല. അവൻ എന്നെ കണ്ടുപിടിക്കില്ലെന്ന് ഞാൻ വെറുതെ ആശിച്ചു. പക്ഷെ അവൻ ബുദ്ധിമാനായിരുന്നു. അവൾ ആ ജനലിന്റെ കർട്ടനു പിന്നിലുണ്ടാകും എന്നായിരുന്നു അവന്റെ വിളി. പെട്ടെന്ന് അവനാ കർട്ടൻ വലിച്ചുമാറ്റി. ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ മുഖത്ത് ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. നീ അവിടെ എന്തെടുക്കുകയായിരുന്നു? ഞാൻ വായിക്കുകയായിരുന്നു. ഞാൻ മറുപടി നൽകി. ആ പുസ്തകം ഇങ്ങിത്താ, അവൻ ആജ്ഞാപിച്ചു. ഞാൻ വിറച്ചുകൊണ്ട് ആ പുസ്തകം അവന്റെ കയ്യിൽ കൊടുത്തു. അവൻ എന്നെ അടിമുടിയൊന്നു നോക്കി. എന്നിട്ട്, നിനക്ക് ഞങ്ങളുടെ പുസ്തകങ്ങൾ എടുക്കാൻ ഒരു അവകാശവുമില്ല എന്ന് അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു. നീ ഒരു അനാഥയാണ്. നിന്റെ കയ്യിൽ കാശില്ല. നിന്റെ അച്ഛൻ നിനക്കൊന്നും തന്നിട്ടില്ല. നീ ജീവിക്കുന്നത് ഞങ്ങളുടെ ചിലവിലാണ്. അതുകൊണ്ട് ഇനി എന്റെ പുസ്തകങ്ങൾ തൊട്ടുപോകരുത്. അവൻ ആ പുസ്തകം കയ്യിൽ വെച്ച് തുലനം ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് സർവ്വശക്തിയും എടുത്ത് അത് എന്റെ നേരെ എറിഞ്ഞു. എനിക്ക് ഒഴിഞ്ഞുമാറാൻ സമയം കിട്ടിയില്ല. ആ കനത്ത പുസ്തകം എന്റെ തലയിൽ വന്നുകൊണ്ടു. ഞാൻ നിലത്തേക്ക് മറിഞ്ഞു വീണു. തല വാതിലിന്റെ പടിയിൽ ഇടിച്ചു മുറിഞ്ഞു. ചോരയൊഴുകാൻ തുടങ്ങി. വല്ലാത്ത വേദനയും തലകറക്കവും എനിക്ക് അനുഭവപ്പെട്ടു. എന്റെ ഭയം പെട്ടെന്ന് ദേഷ്യത്തിന് വഴിമാറി. നീയൊരു ദുഷ്ടനാണ്, ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. നീയൊരു കൊലപാതകിയെപ്പോലെയാണ്. റോമൻ ചക്രവർത്തികളെപ്പോലെ ക്രൂരനാണ് നീ. ഞാൻ പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്റെ നേരെ പാഞ്ഞുവന്നു. ഞങ്ങൾ തമ്മിൽ മൽപ്പിടുത്തമായി. ബഹളം കേട്ട് മിസസ് റീഡ് ഓടിയെത്തി. ഒപ്പം വേലക്കാരായ ബെസ്സിയും അബട്ടുമുണ്ടായിരുന്നു. അവർ ഞങ്ങളെ പിടിച്ചുമാറ്റി. സ്വാഭാവികമായും കുറ്റം മുഴുവൻ എന്റെ തലയിലായി. ഇവൾ എന്തൊരു പെണ്ണാണ്! ജോൺ കുട്ടിയെ തല്ലാൻ നോക്കുന്നോ? അബട്ട് വിളിച്ചു പറഞ്ഞു. മിസസ് റീഡ് കടുത്ത ദേഷ്യത്തിലായിരുന്നു. അവർ വേലക്കാരോട് ആജ്ഞാപിച്ചു. ഇവളെ ഇവിടെ നിന്നും കൊണ്ടുപോകൂ. മുകളിലത്തെ റെഡ് റൂമിൽ കൊണ്ടുപോയി അടയ്ക്കൂ. 4 കൈകൾ എന്നെ ബലമായി പിടിച്ചു. ഞാൻ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അവർ എന്നെ വലിച്ചിഴച്ച് മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. നിങ്ങളിപ്പോൾ കേട്ട ഈ കഥയും അവതരണവും
പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സാഹിത്യവും സാങ്കേതികവിദ്യയും കൈകോർക്കുന്ന ഈ പുതിയ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ജെയിനിന്റെ ജീവിതത്തിൽ റെഡ് റൂമിൽ വെച്ച് എന്ത് സംഭവിക്കും? അവളുടെ യാത്ര എങ്ങോട്ടാണ്? അതറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.